കാപ്പ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം നഗരസഭ കൗൺസിലറും ബി.ജെ.പി. നേതാവുമായ ആർ. സുഗതന്റെ അവധി അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണത്തിന് നീക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ വകുപ്പ് സെക്രട്ടറിയോ പോലും അറിയാതെയാണ് വിവാദമായ അപേക്ഷയിൽ തത്വത്തിൽ അംഗീകാരം നൽകിക്കൊണ്ട് ജയിൽ വകുപ്പ് വഴിയുള്ള ഇടപെടൽ ഉണ്ടായത്. സർക്കാരിനെയും വകുപ്പിനെയും പ്രതിരോധത്തിലാക്കുകയും കടുത്ത രാഷ്ട്രീയ തിരിച്ചടിക്ക് വഴിയൊരുക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥ നീക്കത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഗതന്റെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിക്കാൻ അനുവാദം നൽകുന്നതായിരുന്നു ജയിൽ വകുപ്പിന്റെ കത്ത്. സ്വന്തം വകുപ്പിൽ നിന്ന് നടന്ന ഈ നീക്കം ഭരണപക്ഷത്തിന് തലവേദനയായതിന് പിന്നാലെയാണ് സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാൻ മന്ത്രി നിർബന്ധിതനാകുന്നത്. സുഗതൻ ജയിലിൽ നിന്ന് നൽകിയ അവധി അപേക്ഷ സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയമ ഉപദേശത്തിനും അഭിപ്രായത്തിനുമായി വിട്ടിരുന്നു. ജയിലിൽ കഴിയുന്ന അംഗത്തിന്റെ അവധി അപേക്ഷ നഗരസഭാ കൗൺസിലിന് പരിഗണിക്കാം എന്നും അവിടെ വോട്ടെടുപ്പിലൂടെ തീരുമാനം എടുക്കാം എന്നുമാണ് തദ്ദേശ വകുപ്പ് നിർദ്ദേശിച്ചത്. എന്നാൽ ഈ തീരുമാനം മന്ത്രിയുടെയോ സെക്രട്ടറിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്താതെ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി നേരിട്ട് ജയിൽ വകുപ്പിന് കത്തായി കൈമാറുകയായിരുന്നു. ഈ കത്ത് ചൂണ്ടിക്കാട്ടിയാണ് മേയർ വി രാജേഷ് കൗൺസിൽ യോഗത്തിൽ പ്രതിരോധം ഉയർത്തിയത്. സുഗതന്റെ അവധി അപേക്ഷ നിയമപരമാണെന്നും ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വോട്ടെടുപ്പ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ മേയർക്ക് അധികാരമുണ്ടെന്നും വി രാജേഷ് പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ നടപ്പിലാക്കുന്നതെന്നും മേയർ വാദിച്ചതോടെ കോർപ്പറേഷനിൽ UDF പ്രതിരോധത്തിലായി. ഇന്നലെ ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗം സുഗതന്റെ അവധി അപേക്ഷ വോട്ടെടുപ്പിലൂടെ അംഗീകരിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിൽ നടന്ന വോട്ടെടുപ്പിൽ 51 പേർ അവധി അപേക്ഷയെ പിന്താങ്ങിയതായി മേയർ അറിയിച്ചു. UDF വിമതനായി വിജയിച്ച സുധീഷിന്റെ നിർണായക പിന്തുണയോടെയാണ് ബി.ജെ.പി. ഭരണം സുഗതന്റെ അവധി അപേക്ഷ കൗൺസിലിൽ പാസാക്കിയെടുത്തത്. വോട്ടെടുപ്പിൽ മേയർ വി രാജേഷ് തന്റെ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. കേരള മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കൗൺസിൽ വോട്ടിനിട്ട് അവധി അംഗീകരിച്ചതോടെ സുഗതന്റെ കൗൺസിലർ സ്ഥാനം നിയമപരമായി സുരക്ഷിതമായി തുടരും. നേരിയ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഭരണം നടത്തുന്ന ബി.ജെ.പിക്ക് അയോഗ്യത ഭീഷണിയിൽ നിന്ന് തൽക്കാലത്തേക്ക് തലയൂരാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്തു. നഗരസഭയുടെ മുൻകൂർ അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ആ അംഗത്തിന് കൗൺസിലർ സ്ഥാനം അയോഗ്യമാകും. സുഗതൻ അയോഗ്യനാക്കപ്പെട്ടാൽ ഒരു സ്വതന്ത്രന്റെ മാത്രം പിന്തുണയോടെ തലസ്ഥാന നഗരസഭ ഭരിക്കുന്ന ബി.ജെ.പിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്ന സ്ഥിതിയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ കത്തിന്മേൽ നടന്ന വോട്ടെടുപ്പിലൂടെ ആ വെല്ലുവിളി ബി.ജെ.പി. മറികടക്കുകയാണ് ഉണ്ടായത്. ഇത് ആഭ്യന്തര വകുപ്പിനും രമേശ് ചെന്നിത്തലക്കും നാണക്കേടായി മാറുകയും ചെയ്തു. സ്വന്തം പാർട്ടി ഭരിക്കുന്ന വകുപ്പിൽ നിന്നും ബി.ജെ.പിക്ക് അനുകൂലമായ നിർദ്ദേശം വന്നതോടെ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായി. കോൺഗ്രസും ചേർന്നാണ് സുഗതനെ രക്ഷിച്ചതെന്ന ആരോപണവുമായി CPM രംഗത്ത് വന്നതോടെ രാഷ്ട്രീയമായി ശബരിനാഥൻ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്.